മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, അനുസരിക്കുന്ന മക്കളെ പ്രതി മാതാപിതാക്കന്മാർക്ക് വലിയതായിരിക്കുന്ന സന്തോഷമാണ്, അഭിമാനമാണ്. കാരണം അനുസരണം എവിടെയുണ്ടോ അവിടെ അനുഗ്രഹം വന്നു ചേരുമെന്ന് നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാ വചനം ഒന്ന് ശ്രദ്ധിച്ചേൻ. പ്രഭാഷകൻ 23:28. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. അനുസരിച്ചാൽ ബഹുമതിയും ദീർഘായുസ്സും നൽകുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നമുക്കറിഞ്ഞുകൂടെ? ചിലപ്പോൾ എത്ര പറഞ്ഞിട്ടും മക്കൾ കേൾക്കുന്നില്ല, വിചാരിച്ചതുപോലെ നടക്കുന്നില്ല. അതുകൊണ്ട് മൗനം പാലിക്കാം. മാതാപിതാക്കളെ, പറയാനുള്ളത് പറയേണ്ടിടത്ത് വെച്ച് പറയേണ്ടതുപോലെ പറയുക. അതാണ് ജീവിതങ്ങൾക്ക് അനുഗ്രഹങ്ങളും ബഹുമതിയും പ്രയോജനക്ഷമതയും വരുത്തിവെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉപദേശങ്ങളും ശാസനകളും നമ്മൾ നൽകാതിരിക്കുമ്പോൾ കൂടുതൽ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. കൂടെ കൂടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുമ്പോൾ അറിയാതെ തന്നെ അവിടെ ഉള്ളിൽ ഒരു ആത്മീയ സ്പാർക്ക് ഉണ്ടാകും. അവരറിയാതെ തന്നെ അവിടെ ഉള്ളിൽ ഒരു ശ്രദ്ധയുണ്ടാകും. ദൈവം ഉണർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകും. നന്മയുടെയും ഉപദേശങ്ങളുടെയും വിത്ത് വിതറിക്കൊണ്ടേയിരിക്കണം. നല്ല നിലത്ത് വീണ വിത്ത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകും. ഞാൻ കാണാറുണ്ട്, ചില മാതാപിതാക്കന്മാർക്ക് മക്കളെ ഭയമാണ്. ഒരു കാര്യം ഓർക്കണേ, മക്കളെ ഭയപ്പെട്ടാൽ മക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വലിയ സ്നേഹത്തോടെ തങ്ങളുടെ മക്കളെ ബഹുമതിയിലേക്കും അതുപോലെ തന്നെ ദീർഘായുസ്സിലേക്കും നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അനുസരിക്കുന്ന മക്കളായി തീരണം. അനുസരണം ഉണ്ടായിരിക്കണം. മാതാ പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അവൾ ദൈവത്തിൻ്റെ അമ്മയായി മാറിയില്ലേ? ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ യേശു കർത്താവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നോക്കുക, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യുന്നവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.